എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ ഗൗരവമേറിയ എന്നാൽ പലരുടെയും ജീവിതത്തിൽ വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതെ, നിങ്ങൾ തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ ശനിദോഷം നിങ്ങളെ അലട്ടുന്നുണ്ടോ? അത് എങ്ങനെ തിരിച്ചറിയാം? ഏഴരശനിയും കണ്ടകശനിയും നിങ്ങളുടെ ജീവിതത്തിൽ തുടരുമ്പോൾ കാണിക്കുന്ന ആദ്യകാല ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വളരെ വിശദമായി സംസാരിക്കുന്നത്. ജ്യോതിഷത്തിൽ ശനി ഭഗവാനെ ക്രൂരനെന്നും പാപിയെന്നുമൊക്കെ പലരും വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു കർമ്മഫലദാതാവാണ്. നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്ക് നല്ല ഫലവും മോശം പ്രവൃത്തികൾക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷയും നൽകുന്ന ഒരു നീതിമാനായ ന്യായാധിപനാണ് ശനിദേവൻ. അതുകൊണ്ടുതന്നെ ശനിദോഷമെന്ന് കേട്ട് ആരും ഭയപ്പെടേണ്ടതില്ല, പകരം അതിനെ കൃത്യമായി മനസ്സിലാക്കി പരിഹരിക്കുകയാണ് വേണ്ടത്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, സ്വാമി, ഞങ്ങൾക്കിപ്പോൾ ശനിദോഷമുണ്ടോ എന്ന് എങ്ങനെ സ്വന്തമായി തിരിച്ചറിയാൻ സാധിക്കുമെന്ന്. ഒരു ജാതകം നോക്കാതെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങളിലൂടെ ശനി ഭഗവാന്റെ കോപം അല്ലെങ്കിൽ ശനിദോഷത്തിന്റെ സ്വാധീനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏഴരശനിയുടെയോ കണ്ടകശനിയുടെയോ ഒക്കെ തുടക്ക കാലഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ചുറ്റുപാടുകളിലും ചില പ്രത്യേക ലക്ഷണങ്ങൾ പ്രകടമാകാൻ തുടങ്ങും. അതിൽ ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് അകാരണമായ ഭയവും മാനസികമായ അസ്വസ്ഥതകളുമാണ്. യാതൊരുവിധ കാരണവുമില്ലാതെ മനസ്സിൽ ഒരു ഭീതി എപ്പോഴും നിലനിൽക്കുക, രാത്രികാലങ്ങളിൽ ഉറക്കം നഷ്ടപ്പെടുക, ഉറക്കത്തിൽ ഞെട്ടി ഉണരുക, എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ മാത്രം മനസ്സിലേക്ക് കടന്നുവരിക എന്നിവയൊക്കെ ശനിദോഷത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങളാണ്. നിങ്ങൾ എത്രയൊക്കെ പോസിറ്റീവായിരിക്കാൻ ശ്രമിച്ചാലും ഏതോ ഒരു അദൃശ്യമായ ശക്തി നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തുന്നതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടാം. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് അമിതമായ അലസതയാണ്. സാധാരണ രീതിയിൽ വളരെ ഉന്മേഷത്തോടെ നടന്നിരുന്ന വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം മുതൽ ഒന്നിനും ഒരു താൽപ്പര്യമില്ലാതെ എപ്പോഴും കിടക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറും. നാളെ ചെയ്യാമെന്ന് കരുതി കാര്യങ്ങൾ മാറ്റിവെക്കുന്ന പ്രവണത നിങ്ങളിൽ കൂടിക്കൂടി വരും. ഈ അലസത കാരണം നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വലിയ തകർച്ചകൾ സംഭവിക്കാം. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് ലാഭം കുറയുകയോ മുൻപ് വരാത്ത തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ തലയിൽ വന്നു ചേരുകയോ ചെയ്യും. ജോലി ചെയ്യുന്നവരാണെങ്കിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും അനാവശ്യമായ കുറ്റപ്പെടുത്തലുകളും അപവാദങ്ങളും കേൾക്കേണ്ടി വരിക എന്നത് ശനിദോഷത്തിന്റെ വളരെ വ്യക്തമായ ഒരു ലക്ഷണമാണ്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അതിന്റെ കുറ്റം നിങ്ങളുടെ തലയിൽ വന്നു ചേരുന്ന അവസ്ഥ ശനി നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. കുടുംബജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ യാതൊരു കാരണവുമില്ലാതെ ദമ്പതികൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടാവുക, മക്കളുമായി അകൽച്ച വരിക, ബന്ധുക്കൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതായി തോന്നുക എന്നിവയൊക്കെ ഇതിന്റെ ഭാഗമാണ്. പണം കൈകളിൽ വന്നു ചേർന്നാലും അത് ഒട്ടും തങ്ങി നിൽക്കാത്തൊരവസ്ഥയുണ്ടാകും. ഒരു വഴിക്ക് പണം വരുമ്പോൾ അതിനേക്കാൾ വലിയ 10 വഴികൾ പണം ചിലവഴിച്ചു പോകാനായി മുന്നിൽ തുറക്കപ്പെടും. പ്രത്യേകിച്ച് മെഡിക്കൽ ആവശ്യങ്ങൾക്കായി, അതായത് രോഗങ്ങൾക്കായി പണം ധാരാളമായി ചിലവഴിക്കേണ്ടി വരുന്നത് ശനിദോഷത്തിന്റെ കാഠിന്യത്തെയാണ് കാണിക്കുന്നത്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള തകർച്ചകൾ ഈ സമയത്ത് ഉണ്ടാകാം. വിട്ടുമാറാത്ത തലവേദന, അസ്ഥികൾക്കും സന്ധികൾക്കും ഉണ്ടാകുന്ന വേദന, കടുത്ത തളർച്ച, വിട്ടുമാറാത്ത ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ ഏഴരശനിയുടെയോ കണ്ടകശനിയുടെയോ തുടക്കത്തിൽ കാണാറുള്ള ശാരീരിക ലക്ഷണങ്ങളാണ്. പെട്ടെന്ന് വീണ് പരിക്കേൽക്കുക, പ്രത്യേകിച്ച് കാലുകൾക്ക് പരിക്കേൽക്കുകയോ ഒടിവുകൾ സംഭവിക്കുകയോ ചെയ്യുന്നത് ശനിദോഷത്തിന്റെ നേരിട്ടുള്ള ലക്ഷണമായിട്ടാണ് ജ്യോതിഷം കണക്കാക്കുന്നത്. കാരണം ശനി ഭഗവാൻ കാലുകളെയാണ് പ്രധാനമായും പ്രതിനിധീകരിക്കുന്നത്. ഇതുമാത്രമല്ല, നിങ്ങളുടെ വീടിന്റെ ചുറ്റുപാടുകളിലും ചില മാറ്റങ്ങൾ കാണാം. വീട്ടിലെപ്പോഴും ചിലന്തിവലകൾ കെട്ടുക, ഒന്നിനു പുറകെ ഒന്നായി വീട്ടിലെ ഇലക്ട്രോണിക് സാധനങ്ങൾ കേടാവുക, തുരുമ്പിച്ച ഇരുമ്പ് സാധനങ്ങൾ വീട്ടിൽ കുന്നുകൂടുക, പെട്ടെന്ന് വീട്ടിൽ എലികളുടെയോ മറ്റ് പ്രാണികളുടെയോ ശല്യം വർദ്ധിക്കുക എന്നിവയൊക്കെ ശനിദോഷത്തിന്റെ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഭവനത്തിൽ നിറയുന്നതിന്റെ ലക്ഷണങ്ങളാണ്. കൂടാതെ നിങ്ങളുടെ വ്യക്തിപരമായ ശീലങ്ങളിലും മാറ്റം വരാം. വൃത്തിഹീനമായി നടക്കാൻ തോന്നുക, നഖം കടിക്കുന്ന ശീലം കൂടുക, കീറിയതോ അഴുക്കുള്ളതോ ആയ വസ്ത്രങ്ങൾ ധരിക്കാൻ മടിയില്ലാതിരിക്കുക എന്നിവയൊക്കെ ശനിയുടെ സ്വാധീനം നിങ്ങളിൽ മോശം രീതിയിൽ പതിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങളിൽ ആർക്കെങ്കിലും പ്രകടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സൂക്ഷിക്കണം. എന്നാൽ ഇതിനെ ഓർത്തു ആരും ഭയന്ന് പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ജീവിക്കുന്ന പ്രപഞ്ചത്തിൽ ഏതൊരു പ്രശ്നത്തിനും കൃത്യമായ ഒരു പരിഹാരമുണ്ട്. ജ്യോതിഷം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് നമ്മളെ ഭയപ്പെടുത്താനല്ല, മറിച്ച് വരാനിരിക്കുന്ന പ്രതിസന്ധികളെ മുൻകൂട്ടി കണ്ട് അതിനെ നേരിടാൻ നമ്മളെ പ്രാപ്തരാക്കാനാണ്. അതുകൊണ്ടുതന്നെ ശനിദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാനും ശനി ഭഗവാന്റെ അനുഗ്രഹം നേടിയെടുക്കാനും നിത്യജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ലളിതവും എന്നാൽ വളരെ ശക്തവുമായ ചില പരിഹാര മാർഗങ്ങൾ ഞാൻ ഇനി പറയാം. അത് ശ്രദ്ധയോടെ കേൾക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാനും ശ്രമിക്കുകയും ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം എന്ന് പറയുന്നത് ശനിയാഴ്ചകളിലെ വ്രതാനുഷ്ഠാനവും പ്രാർത്ഥനകളുമാണ്.
ശനിയാഴ്ച ദിവസം അതിരാവിലെ ഉണർന്നു കുളിച്ച് ശുദ്ധിയായി നിങ്ങളുടെ വീടുകളിലോ അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രങ്ങളിലോ പോയി പ്രാർത്ഥിക്കുക. ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുന്നത് ശനിദോഷ നിവാരണത്തിന് ഏറ്റവും ഉത്തമമായ വഴിയാണ്. കാരണം ശനി ഭഗവാന്റെ ദോഷങ്ങളിൽ നിന്നും ഭക്തരെ രക്ഷിക്കാമെന്ന് അയ്യപ്പസ്വാമിക്ക് ശനിദേവൻ തന്നെ വാക്ക് നൽകിയിട്ടുള്ളതാണ് എന്നാണ് പുരാണം. അതുകൊണ്ട് ശനിയാഴ്ചകളിൽ അയ്യപ്പസ്വാമിക്ക് എള്ളുപായസം വഴിപാടായി കഴിക്കുകയോ നീരാജനം കത്തിക്കുകയോ ചെയ്യുന്നത് വളരെ വലിയ ആശ്വാസം നൽകും. എള്ളെണ്ണയിൽ കറുത്ത തുണിയിൽ എള്ളുകിഴി കെട്ടി ദീപം തെളിയിക്കുന്ന നീരാജന വഴിപാട് ശനിയുടെ കാഠിന്യത്തെ പകുതിയായി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ശാസ്ത അഷ്ടോത്തരം, ശനി ഗായത്രി മന്ത്രം അല്ലെങ്കിൽ ഹനുമാൻ ചാലീസ എന്നിവ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നവരെ ശനി ഭഗവാൻ ഉപദ്രവിക്കില്ല എന്നാണ് വിശ്വാസം. അതുകൊണ്ട് ദിവസവും പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ ഹനുമാൻ ചാലീസ ഭക്തിപൂർവ്വം ചൊല്ലുന്നത് നിങ്ങളുടെ മനസ്സിലെ ഭയത്തെ മാറ്റി പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ സഹായിക്കും. മറ്റൊരു പ്രധാന വഴിപാട് ശിവക്ഷേത്ര ദർശനമാണ്. ശനി ഭഗവാന്റെ ഗുരുവാണ് പരമശിവൻ. അതുകൊണ്ട് ശനിയാഴ്ചകളിൽ ശിവന് ധാര കഴിക്കുന്നതും കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുന്നതും ശനിദോഷത്തിന്റെ തീവ്രത കുറയ്ക്കാൻ ഏറെ ഉത്തമമാണ്. ഇനി ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. ശനി ഭഗവാൻ എപ്പോഴും ദരിദ്രരുടെയും അശരണരുടെയും പ്രവൃത്തികളിൽ സന്തോഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ജ്യോതിഷത്തിലെ ഏറ്റവും വലിയ ശനി പരിഹാരം എന്ന് പറയുന്നത് ദാനധർമ്മങ്ങളാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ ഭക്ഷണമോ വസ്ത്രമോ ആവശ്യമുള്ളവർക്ക് ദാനം ചെയ്യുക. പ്രത്യേകിച്ച് ശാരീരിക വൈകല്യമുള്ളവർക്കോ പ്രായമായവർക്കോ അനാഥർക്കോ സഹായം എത്തിക്കുന്നത് ശനി ഭഗവാനെ ഏറെ പ്രീതിപ്പെടുത്തുന്ന കാര്യമാണ്. നിങ്ങളുടെ വീട്ടിൽ വരുന്ന യാചകരെ ഒരു കാരണവശാലും ശകാരിക്കുകയോ ഒഴിഞ്ഞ കൈയോടെ മടക്കി അയക്കുകയോ ചെയ്യരുത്. അവർക്ക് നൽകുന്ന ഒരു ചെറിയ സഹായം പോലും നിങ്ങളുടെ വലിയ ശനിദോഷത്തെ ഇല്ലാതാക്കാൻ പോന്നതാണ്. കൂടാതെ കറുത്ത എള്ള്, കറുത്ത വസ്ത്രം, ഇരുമ്പ് പാത്രങ്ങൾ, എണ്ണ എന്നിവയൊക്കെ ശനിയാഴ്ച ദിവസം ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. പക്ഷികളെയും മൃഗങ്ങളെയും ഉണ്ണാൻ കൊടുക്കുന്നതും ശനിദോഷ ശമനത്തിന് സഹായിക്കും. പ്രത്യേകിച്ച് കറുത്ത കാക്കകൾക്ക് ദിവസവും രാവിലെ ആഹാരം കൊടുക്കുന്നത് പതിവാക്കുക. കാക്ക ശനി ഭഗവാന്റെ വാഹനമാണ്. അതുകൊണ്ട് രാവിലെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ഒരു പങ്ക് കാക്കയ്ക്ക് നൽകുന്നത് ശനിയുടെ കോപത്തിൽ നിന്നും വലിയൊരു പരിരക്ഷ നിങ്ങൾക്ക് നൽകും. അതുപോലെ തന്നെ തെരുവ് നായക്കൾക്ക് ഭക്ഷണം നൽകുന്നതും നല്ലതാണ്. നിങ്ങളുടെ സ്വഭാവത്തിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളും ശനിദോഷകാലത്ത് വളരെ പ്രധാനമാണ്. ഈ സമയത്ത് പരദൂഷണം പറയുക, മറ്റുള്ളവരെ ചതിക്കുക, അഹങ്കാരം കാണിക്കുക, അധർമ്മ വഴികളിലൂടെ പണം സമ്പാദിക്കാൻ ശ്രമിക്കുക എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണം. കാരണം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ശനി ഒരു ന്യായാധിപനാണ്. നിങ്ങൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചാൽ ശിക്ഷയുടെ കാഠിന്യം കൂടും. മറിച്ച് എത്ര വലിയ പ്രതിസന്ധി ഘട്ടത്തിലും സത്യസന്ധത പുലർത്തുകയും മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുകയും കഠിനാധ്വാനം ചെയ്യാൻ മടിക്കാതിരിക്കുകയും ചെയ്താൽ ശനി ഭഗവാൻ നിങ്ങൾക്ക് ദോഷങ്ങൾക്ക് പകരം വലിയ രീതിയിലുള്ള ഭാഗ്യങ്ങളും ജീവിത വിജയവും സമ്മാനിക്കും. ശനിദോഷകാലം എന്ന് പറയുന്നത് നമ്മളെ തകർക്കാനുള്ളതല്ല, മറിച്ച് നമ്മെ ശുദ്ധീകരിച്ച് ജീവിതത്തിലെ യഥാർത്ഥ മൂല്യങ്ങൾ മനസ്സിലാക്കി തരാനുള്ള ഒരു കാലഘട്ടമാണ് എന്ന് എപ്പോഴും ഓർക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒട്ടും ഭയപ്പെടാതെ പൂർണ്ണമായ ഈശ്വരവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. കൃത്യമായ പ്രാർത്ഥനയിലൂടെയും നല്ല പ്രവൃത്തികളിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും ഏത് വലിയ ശനിദോഷത്തെയും നമുക്ക് മറികടക്കാൻ സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ? ഇതിൽ ഏത് ലക്ഷണമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.